ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ, നിത്യേന ജപിക്കാൻ ഏതാണ് വേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ ഇടയിലുണ്ട്. കാരണം ഒരുപാട് ഗ്രന്ഥങ്ങളും ഒരുപാട് സഹസ്രനാമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ രാവിലെ വിഷ്ണു സഹസ്രനാമം, പ്രഭാതം എന്ന് പറയുന്നത് സാത്വികമായിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് വിഷ്ണു, സരസ്വതി, ഗണപതി ഈ മൂർത്തികളുടെയൊക്കെ സഹസ്രനാമങ്ങൾ ചൊല്ലുന്നത് ഒക്കെ നല്ലതാണ്. അപ്പോൾ നിത്യപാരായണത്തിന് വിഷ്ണു സഹസ്രനാമം നമുക്ക് സ്വീകരിക്കാം. പിന്നെ നമ്മൾ ഒരുപാട് നമ്മുടെ ഇടയിൽ അന്ധവിശ്വാസങ്ങളുണ്ട്. അതായത് ഒരു അസുഖം വന്ന് നമുക്ക് എന്തെങ്കിലും ജലദോഷമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുളിക്കാൻ പറ്റില്ല. അതൊന്നും സാരമില്ല എന്നാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ പറയുന്നത്. കാരണം നമ്മൾ ശുദ്ധമായിട്ട് കൈയും കാല മുഖമൊക്കെ കഴുകി അങ്ങനെയും നമുക്ക് ചൊല്ലാം. അപ്പോൾ പിന്നെ പീരിയഡ്സൊക്കെ ആയ അവസ്ഥയിൽ സ്ത്രീകൾക്ക് ചൊല്ലാമോ? അതും ചൊല്ലാം. അപ്പോൾ ഹരിനാമകീർത്തനത്തിന് തന്നെ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, ഋതുവായ പെണ്ണിനും ഇരപ്പന്നു ദാഹകനും നാവുന്ന വേണ്ടു ഹരി നാരായണായ നമ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നാരായണായ നമ എന്ന മന്ത്രം ജപിക്കാൻ നമുക്ക് വേണ്ടത് ഒരു നല്ല ശുദ്ധിയുള്ള ഒരു ഹൃദയമാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് അങ്ങനെ വേണം ഇങ്ങനെ വേണം ഇതൊന്നും വേണ്ട, എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് നിത്യപാരായണം ചെയ്യാം. അത് എന്തിനാണ് എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നമ്മളൊക്കെ പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ വീടുകളിലൊക്കെ പലതരം ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മനുഷ്യന് വിവേകശക്തി ദൈവം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സ്വയം ആലോചിക്കുക. അപ്പോൾ അതിനൊരു പരിഹാരം എന്താണ്? നമ്മുടെ ആചാര്യന്മാരുടെ ഒക്കെ നമ്മുടെ ഋഷീസൊക്കെ മുനികളൊക്കെ ഒരുപാട് തപസ് ചെയ്തത് നമുക്കൊരു നല്ല വഴി കാണിച്ചു തരാൻ വേണ്ടിയാണ്, അല്ലാതെ അവരുടെ ഒരു സന്തോഷത്തിനായിരുന്നില്ല. അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുന്നത് അതും രാവിലെ ഏറ്റവും നല്ല. അതിന് രാവിലെ തിരക്കാണെങ്കിൽ വൈകുന്നേരമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. അപ്പോൾ എല്ലാ വിഘ്നങ്ങളും തനിയെ അകന്നു പോകുന്നത് കാണാം. ഇപ്പോൾ എന്താ പറയുക, താമസിക്കാൻ വീടില്ല, ജോലി കിട്ടുന്നില്ല, കുഞ്ഞുങ്ങളാകുന്നില്ല, കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളാകുന്നില്ല, രോഗങ്ങൾ, ദുരിതങ്ങൾ, വീട്ടിലെപ്പോഴും പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ പതുക്കെ അകലുന്നത് കാണാം. പക്ഷെ നമ്മൾ എന്തെങ്കിലും നമുക്ക് സൗകര്യമുള്ളപ്പോൾ വായിച്ചാൽ പോരാ. അത് ഇപ്പോൾ നമ്മൾ ശ്വാസമെടുക്കുന്നത് നമുക്ക് സൗകര്യമുള്ളപ്പോഴല്ലല്ലോ, അത് ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇതുപോലെ ഡെയിലി ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ നമ്മൾ ചെയ്യണേ. നമ്മളെ നിലനിർത്തുന്ന ആ ഒരു ചൈതന്യത്തെ, ആ ഒരു ഭഗവാൻ, അതിനെ നമ്മൾ വിഷ്ണു എന്നോ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം, ആ ഒരു ചൈതന്യത്തെ നമ്മൾ നിത്യം ഓർമ്മിക്കുന്നു, അതിനു മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു ഭാവം. അപ്പോൾ നിത്യേന ജപിക്കുക. അപ്പോൾ പിന്നെ വേറൊരു കാര്യങ്ങൾ നമ്മുടെ യുവസമൂഹം പ്രത്യേകിച്ചും പറയുന്നതിന് ഒരുപാട് സമയം വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പുസ്തകങ്ങൾ മതി നമുക്ക്. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് 10-20 രൂപയേ ഉള്ളൂ. ഇതിന് 20 രൂപയാണ് അതിൻ്റെ വില. അപ്പോൾ ഇത് നമുക്ക് വാങ്ങാൻ പൈസയില്ലേ. അപ്പോൾ അത് വാങ്ങുക, എല്ലാവരും വീടുകളിൽ വാങ്ങുക, അത് പാരായണം ചെയ്യുക. അപ്പോൾ ഇത് മുഴുവനും പാരായണം ചെയ്യാൻ ഇതിൽ ഫലശ്രുതിയും ഒക്കെ ഉണ്ട്. തുടക്കത്തിൽ ഒരുപാട് ധ്യാനത്തിനൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിന് ആവശ്യമുള്ള ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് അത് പാരായണം ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ പാരായണം ചെയ്യാം. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. അപ്പോൾ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുഭ്യോ നമഃ. ഗണേശായ നമഃ. സരസ്വത്യേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം.
മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസുഭോദ്ഭാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായദാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമമായദാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹക്ഷണം സഹാരവക്ഷസ്ഥലശോഭികസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമസ്സമസ്തഭൂതാനാമാദിബോധായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഓം നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വിശ്വസ്മൈ നമഃ. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതകൃദ്ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയപുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച. യോഗോ യോഗവിദാം നേതാ പ്രധാനപുരുഷേശ്വര നാരസിംഹോ ശ്രീമാൻ കേശവപുരുഷോത്തമ. സർവശർവശിവസ്ഥാണുർഭൂതാതിർനിധിരവ്യ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വരാः. സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസനഃ അനാദിന്ധനോ ദാതാ വിധാതാദാതുരുത്തമഃ. അപ്രമേയോ ഋഷികേശ പത്മനാഭോ അമരപ്രഭുഃ വിശ്വകർമാ മനസ്ത്വഷ്ടാ സ്തവിഷ്ടസ്തവിരോ ധ്രുവഃ. അഗ്രാഹി ശാശ്വതകൃഷ്ണോ ലോഹിതാക്ഷപ്രദർദനഃ പ്രബോധസ്ത്രയകുബ്ധാമ പവിത്രം മംഗളം പരം. ഈശാനപ്രാണതപ്രാണോ ജ്യേഷ്ഠശ്രേഷ്ഠ പ്രജാപതിഃ ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദനഃ. ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമഃ അനുത്തമോ ദുരാദർശ കൃതജ്ഞകൃതിരാത്മവാൻ. സുരേഷ ശരണം ശർമ്മ വിഷരേദാ പ്രജാഭവഃ അഹ സംവത്സരോ വ്യാള പ്രത്യയ സർവദർശനഃ. അജ സർവൈശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുതഃ വശാകപരമേ ആത്മാ സർവയോഗവിനിസൃതഃ. അസുർവസമന സത്യസമാത്മാ സംവിദസ്സമഃ അമോഘ പുണ്ടരീകാക്ഷോ വൃഷകർമാ വശാകൃതിഃ. രുദ്രോ ബഹുശിരാ ബഭ്രോ വിഷയോനിഷൃജീശ്രവാः അമൃതശാശ്വതസ്ഥാണുർവരാരോഹോ മഹാതപാः. സർവഗ സർവവിദ്ഭാനുർവിശ്വക്സേനോ ജനാർദ്ദനഃ വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത്കവിഃ. ലോകാധ്യക്ഷസുരാധ്യക്ഷോ ധർമാധ്യക്ഷകൃതാഗതാः ചതുരാത്മാ ചതുർവ്യൂഹ ചതുർദംഷ്ട്രശ്ചതുർഭുജഃ. പ്രാജിഷ്ണുർഭോജനം ഭോക്ത സഹിഷ്ണുർജഗദാദിജഃ അനഘോ വിജയോ ജേതാ വിഷയോനി പുനർവസുഃ. ഉപേന്ദ്രോ വാമനപ്രാംശുരമോഘശുചിരോർജിതഃ അതീന്ദ്രസംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമഃ. വേദ്യോ വൈദ്യ സദാ യോഗി വീരഃ മാധവോ മധുഃ അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബലഃ. മഹാബുദ്ധിർമഹാവീര്യോ മഹാശക്തിർമഹാദ്യുതിഃ അനിർദ്ദേശോപശ്രീമാൻ അമേയാത്മാ മഹാദൃദൃക്. മഹേശ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സദാംഗതിഃ അനിരുദ്ധസുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംപതിഃ. മരീചീർദ്ധമനോഹംസ സുവർണോ ഭുജഗോത്തമഃ ഹിരണ്യനാഭസുതപാ പത്മനാഭ പ്രജാപതിഃ. അമൃത്യുസർവദൃക്സിംഹ സന്ദാതാ സന്ധിമാൻ സ്ഥിരഃ അജോ ദുർമർഷണശാസ്താ വിശ്വദാത്മാസുരാരിഃ. ഗുരുർഗുരുതമോധാമ സത്യസത്യപരാക്രമഃ നിമിഷോ അനിമിഷസ്രഗ്ഗീ വാചസ്പതിരുദാരഥീഃ. അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണഃ സഹസ്രമൂർധ വിശ്വാത്മാ സഹസ്രാക്ഷസഹസ്രപാദ്. ആവർത്തനോ നിവൃത്താത്മാ സമൃദ്ധ സംഭ്രമർദ്ദനഃ അഹ സംവർത്തകോ വഹ്നി അനിലോധരണീധരാः. സുപ്രസാദ പ്രസന്നാത്മാ വിശ്വദൃഗ് വിശ്വഭുഗ്വിഭുഃ സത്കർത്ത സത്കൃത സാധുർജന്മനാരായണോ നരഃ. അസംഖ്യേയോ അപ്രമേയാത്മാ വിശിഷ്ടശിഷ്ടകൃത് ശുചിഃ സിദ്ധാർത്ഥസിദ്ധസങ്കൽപ്പ സിദ്ധിദസിദ്ധിസാധനഃ. വൃഷാഹി വൃഷഭോ വിഷ്ണു വൃഷപർവാ വൃഷോദരഃ വർദ്ധന വർദ്ധമാനശ്ച വിവിക്തശ്രുതിസാഗരഃ. സുഭുജോദോദ്ധരോ വാഗ്മി മഹേന്ദ്രോ വസുദോ വസുഃ നൈകരൂപോ ബൃഹദ്രൂപ ശിബിവിഷ്ടപ്രകാശനഃ. ഓജസ്തേജോദ്വിതര പ്രകാശാത്മാ പ്രതാപനഃ രുദ്രസ്പഷ്ടാക്ഷരോ മന്ത്രശ്ചന്ദ്രാംശോർഭാസ്കരദ്യുതിഃ.
അമൃതാംശോദ്ഭവോ ഭാനുശശബിന്ദുസുരേശ്വരः ഔഷധം ജഗതസ്സേതു സത്യധർമ്മപരാക്രമः ഭൂതഭവ്യഭവന്നാഥ പവനപാവനോ നലः കാമः കാമകൃത്കാന്ത കാമകാമപ്രദപ്രഭുः യുഗാദികൃദ്യുഗാവർത്തോ നൈകമായോ മഹാശനः അദൃശോ വ്യക്തരൂപശ്ച സഹസ്രജിതനന്ദജേത് ഇഷ്ടോ വിശിഷ്ടശിഷ്ടേഷ്ട ശിഖണ്ഡീനശോ വൃഷः ക്രോധः ക്രോധകർത്ത വിഷബാഹുർമഹീധരः അച്യുതപ്രദപ്രാണപ്രാണദോ വാസവാനുജः അപാം നിദ്രധിഷ്ഠാനമപ്രമത്തപ്രതിഷ്ഠിതः സ്കന്ദസ്കന്ദധരോ ദുര്യോ വരദോ വായുവാഹനः വാസുദേവോ ബൃഹദ്ഭാനോരാദിദേവ പുരന്ദരः അശോകസ്താരണസ്താര ശൂരശൗരിജനേശ്വരः അനുകൂലശതാവർത്ത പത്നീ പത്മനിപേക്ഷണः പത്മനാഭോരവിന്ദാക്ഷ പത്മഗർഭശരീരവൃദ്ധ മഹർദരദ്ധോ വൃദ്ധാത്മാ മഹാക്ഷോ ഗരുഡധ്വജः അതുലശരഭോ ഭീമസമയജ്ഞോ ഹവിർഹരിः സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സമിതിഞ്ജയः അക്ഷരോ രോഹിതോ മാർഗോ ഹേതുർദാമോദരസഹः മഹീധരോ മഹാഭാഗോ വേഗമാനമിദാശനः ഉദ്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭപരമേശ്വരः കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹः വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനദോ ധ്രുവः പരാർദ്ധി പരമസ്പഷ്ട തുഷ്ടപുഷ്ടശുഭേക്ഷണः രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോ നയഃ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമः വൈകുണ്ഠപുരുഷപ്രാണപ്രാണദ പ്രണവപ്രദുഃ ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരദോക്ഷജः രഥസുദർശനകാലപരമേഷ്ടി പരിഗ്രഹः ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണः വിസ്താരസ്ഥാവരസ്ഥാണു പ്രമാണം ബീജമവ്യയം അർത്ഥോ അനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധനഃ അനിർവണ്ണസ്തവിഷ്ടോ ഭൂർധർമ്മയോഭോ മഹാമഖഃ നക്ഷത്രനയമേ നക്ഷത്രേ ക്ഷമക്ഷാമസമീഹനഃ യജ്ഞയജ്ഞോ മഹേജ്യശ്ച ക്രതുസത്രം സദാംഗതിഃ സർവദർശി മുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം സുവൃതസുമുഖസൂക്ഷ്മസുഘോഷസുവദസുഹൃദ മനോഹരവചിതക്രോധോ വീരബാഹുർവിദാരണഃ ശോഭനശോഷോ വ്യാപി നൈകാത്മാ നൈകകർമ്മകൃത് വത്സരോ വത്സരോ വസി രത്നഗർഭോധനേശ്വരः ധർമ്മഗുദ്ധർമ്മഗർധർമ്മേ സദസക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശോർവിധാതാകൃതലക്ഷണः ഗവസ്തിനേമി സത്വസ്ഥസിംഹോ ഭൂതമഹേശ്വരः ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭദ്ഗുരുः ഉത്തരോ ഗോപദർഗോപ്ത ജ്ഞാനഗമ്യ പുരാതനഃ ശരീരഭൂതവദ്ഭോക്ത കപീന്ദ്രോ ഭൂരിദക്ഷിണഃ സോമഭൗമതപസ്സോമ പുരജിത് പുരസത്തമഃ വിനിയോജയ സത്യസന്ധോ ദാശാർഹ സാത്വതാംബതിഃ ജീവോ വിനീത സാക്ഷി മുകുന്ദോ മിതവിക്രമഃ അംബോ നിധിരനന്ദാത്മാ മഹോദതിശയോന്തകഃ അജോ മഹാർഹ സ്വഭാവ്യോ ജിതാമിത്രപ്രമോദനഃ ആനന്ദോ നന്ദനോ നന്ദ സത്യധർമാ ത്രിവിക്രമഃ മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതിഃ ത്രിപദശ്രിതശാധ്യക്ഷോ മഹാശൃംഗകൃതാന്തകൃത മഹാവരാഹോ ഗോവിന്ദ സുഷേണക്കനകാംഗദീ ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശ്ചക്രഗദാധരഃ വേദാസ്വാങ്കോചിത കൃഷ്ണോ ദൃഢസംകർഷണോച്യുത വരുണോ വാരുണോ വൃക്ഷപുഷ്കരാക്ഷോ മഹാമനാഃ ഭഗവാൻ ഭഗഹാനന്ദീവനമാലീഹലായുധഃ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുഗതിസപ്തമഃ സുധന്വാഗണ്ഡപരശു ധാരണോ ദ്രവിണപ്രദഃ ദിവസ്പൃക് സർവദൃഗ്വ്യാസോ വാചസ്പതിരയോ നിജഃ ത്രിസാമസാമഗസാമ നിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃച്ഛമശാന്തോ നിഷ്ഠാശാന്തിപരായണം ശുഭാംഗശാന്തിത സ്രഷ്ട കുമുദക്കുവലേശയഃ ഗോഹിതോ ഗോപദർഗോപ്ത വൃഷഭാക്ഷോ വൃഷപ്രിയഃ അനിവർത്തി നിവർത്താത്മാ സംക്ഷേത ക്ഷേമകൃശിവഃ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമതാം വരഃ ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീന്തി ശ്രീവിഭാവനഃ ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയഃ സ്വക്ഷത്സംഘർഷദാനന്ദോ നന്ദർജ്യോതിർഗണേശ്വരഃ വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തിശ്ചിന്ന സംശയഃ ഉദീർണഃ സർവതശ്ചക്ഷുർ അനീശശാശ്വതസ്ഥിരഃ ഭൂഷയോ ഭൂഷണോ ഭൂതിർവിശോകശോകനാശനഃ അർച്ചിഷ്മാനർച്ചിതകുംഭോ വിശുദ്ധാത്മാ വിശോധനഃ അനിരുദ്ധോ പ്രതിരഥ പ്രദ്യുമ്നോമിതവിക്രമഃ കാലനേമിനിഃ വീര ശൗരീ ശൂരജനേശ്വരഃ ത്രിലോകാത്മാ ത്രിലോകേശ കേശവക്കേശികാ ഹരിഃ കാമദേവ കാമപാലകാമീ കാന്തകൃതാഗമഃ അനിർദ്ദേശോ ഗുർവിഷ്ണു വീരോ അനന്തോ ധനഞ്ജയഃ ബ്രഹ്മണ്യോ ബ്രഹ്മഗത് ബ്രഹ്മ ബ്രഹ്മവിവർദ്ധനഃ ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയഃ
മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹാരഗഃ മഹാക്രതുർമഹായജ്ഞോ മഹായജ്ഞോ മഹാഹവിഃ. സ്തവ്യസ്തവ പ്രിയസ്തോത്രം സ്തുതിസ്തോദാരണപ്രിയഃ പൂർണ്ണപൂരയിതാ പുണ്യകീർത്തിരനാമയഃ. മനോജവസ്തീർത്ഥകരോ വസുരേതാ വസുപ്രദഃ വസുപ്രദോ വാസുദേവോ സർവസമനാഹവിഃ. സദ്ഗതി സത്കൃതി സത്ത സദ്ബോധി സത്പരായണഃ ശൂരസേനോ യതുശ്രേഷ്ഠ സന്യവാസസ്യ മുനഃ. ഭൂതാവാസോ വാസുദേവ സർവാസു നിലയോ നലഃ ദർപ്പഃ ദർപ്പദോ ദൃപ്തോ ദോധരോധാപരാജിതഃ. വിശ്വമൂർത്തിർമഹാമൂർത്തിർ ദീപ്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തിശതാനനഃ. ഏകോനൈകസവക്കിം എത്തത്പദമനുത്തമം ലോകബന്ധർലോകനാഥോ മാധവോ ഭക്തവത്സലഃ. സുവർണവർണോ ഹേമാംഗോ വരാംഗശ്ചന്ദനാംഗതി വീരഃ വിഷമശൂന്യോ ഗദാശീരജലശ്ചലഃ. അമാനീമാനതോ മാന്യോ ലോകസ്വാമീ ലോകദൃക് സുമേധാമേധജോധന്യ സത്യമേധാതരാധരഃ. തേജോവൃഷോദിതര സർവശസ്ത്രപ്രധാംവരഃ പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജഃ. ചതുർമൂർത്തിശ്ചതുർവ്യാഹ ചതുർബാഹോ ചതുർവ്യൂഹശ്ചതുർഗതിഃ ചതുരാത്മാ ചതുർഭാവശ്ചതുർവേദവിദേകപാദ. സമാവർത്തോ അനിവർത്താത്മാ ദുർജയോ ദുരതിക്രമഃ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ. ശുഭാംഗോ ലോകസാരംഗ സന്തുസ്തന്തുവർദ്ധനഃ ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമഃ. ഉദ്ഭവസുന്ദര സുന്ദോത്മനാഭസുലോചനഃ അർക്കോ വാജസനശൃംഗീ ജയന്ത സർവവിജയീ. സുവർണബിന്ദുരക്ഷോഭ്യ സർവവാഗീശ്വരേശ്വരഃ മഹാഹൃദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധിഃ. കുമുദകുന്ദര കുന്ദപർജന്യപാവനോ അനിലഃ അമൃതാശോ അമൃതവഭോ സർവജ്ഞ സർവതോമുഖഃ. സുലഭസുഹൃദസിദ്ധശത്രുദിശ്ചത്രുതാപനഃ നികൃതോ ദുംബരോ അശ്വത്ഥ ചാണുരാന്ത്രനിഷൂദനഃ. സഹസ്രാക്ഷി സപ്തജിഹ്വ സപ്തൈതാ സപ്തവാഹനഃ അമൂർത്തിരനഘോ അചിന്ത്യോ ഭയകൃദ്ഭയനാശനഃ. അണുർബൃഹത്കൃശസ്ഥൂലോ ഗുണവന്നർഗുണോ മഹാൻ അധൃതസുധൃതസ്വസ്യ പ്രാഗ്വംശവംശവർദ്ധനഃ. ഭാരതകൃതോ യോഗി യോഗീശ സർവകാമദഃ ആശ്രമശ്രവണക്ഷാമ സുവർണോ വായുവാഹനഃ. ധനുർധരോ ധനുർവേദോ ദണ്ഡോദമൈതാദമ അപരാജിത സർവസമഃ നിയന്താ നിയമോ യമഃ. സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപരായണഃ അഭിപ്രായപ്രിയാർഹോർഹ പ്രിയകൃത്പ്രീതിവർദ്ധനഃ. വിഹായ സഗതർജ്യോതി സുരജിർഹുതഭുഗ്വിഭുഃ രവിർവ്രലോചനസൂര്യ സവിതാരവിലോചനഃ. അനന്തോ ഹുതഭുഗ്ഭോക്ത സുഗതോ നൈകജോഗ്രജഃ അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനമദ്ഭുതഃ. സനാസനാതനത്തമക്കപിലക്കപിരഭ്യഃ കപിരവ്യയഃ സ്വസ്തിത സ്വസ്തികൃത് സ്വസ്തി സ്വസ്തിഭുക് സ്വസ്തി ദക്ഷിണഃ. രൗദ്രകുണ്ഡലീ ചക്രി വിക്രമ്യോജ്യേശാസനഃ ശബ്ദാധികശബ്ദസഹ ശിശിരശർവരീകരഃ. അക്രൂരപേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണാംബരഃ വിദ്വത്തമോ വീതഭയ പുണ്യശ്രവണകീർത്തനഃ. താരണോ ദുഷ്കൃതിഃ പുണ്യോ ദുസ്വപ്നനാശനഃ വീരഃ രക്ഷണസന്ധോ ജീവനപര്യവസ്ഥിതഃ. അനന്തരൂപോ അനന്തസൃജ്യതമന്യുർഭയാവഹഃ ചതുരശ്ലോകവീരാത്മാ വിദിശോ വ്യാദിശോ ദിശഃ. അനാദിർഭൂർഭുവോ ലക്ഷ്മി സുവീരോരുചരാംഗദഃ ജന്മോ ജനജന്മാദിർ ഭീമോ ഭീമപരാക്രമഃ. ആധാരനിലയോ ദാതാ പുഷ്പഃ സത്പജാഗരഃ ഊർധ്വ സത്പദാചാര പ്രാണദപ്രണവപ്പണഃ. പ്രമാണം പ്രാണനിലയ പ്രാണവത് പ്രാണജീവനഃ സത്വം തത്വവിദേകാത്മാ ജന്മമൃത്യുജരാധികഃ. ഭൂർഭുവസ്വസ്തരസ്താര സവിതാ പ്രപിതാമഹഃ യജ്ഞോ യജ്ഞപതിർയജ്വാ യജ്ഞാംഗോ യജ്ഞവാഹനഃ. യജ്ഞഭൃദ് യജ്ഞകൃദ് യജ്ഞി യജ്ഞഭുഗ് യജ്ഞസാധനഃ യജ്ഞാന്തകൃദ് യജ്ഞഗുഹ്യം അന്നം അന്നാദ ഏവജഃ. ആത്മയോനി സ്വയം ജാതോ വൈഖാനസാമഗായനഃ ദേവകീ നന്ദനസ്രഷ്ടാ ക്ഷിതീശപാപനാശനഃ. ശംഖപ്രനന്ദകീ ചക്രി ശാർഗധന്വാ ഗദാധര രഥാംഗപാണിരക്ഷോഭ്യ സർവപ്രഹരണായുധോ നമൈതി. വനമാലീ ഗദീശാംഗീ ശംഖീ ചക്രീ ശാന്തകീ ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോഭിരക്ഷതോ. വനമാലീ ഗദീശാംഗീ ശംഖീ ചക്രീ ശാന്തകീ ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോഭിരക്ഷതോ. വനമാലീ ഗദീശാംഗീ ശംഖീ ചക്രീ ശാന്തകീ ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോഭിരക്ഷതോ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ. ശ്രീരാമനാമവരാനനവും നമൈതി. നമോസ്തനന്ദായ സഹസ്രമൂർത്തേ സഹസ്രപാദാക്ഷശിരോർബാഹവേ സഹസ്രനാമ്നേ പുരുഷായ ശാശ്വതേ സഹസ്രകോടിയുഗധാരണേ നമഃ.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. വിഷ്ണു സഹസ്രനാമസ്തോത്രം സമ്പൂർണം. ഈ വിഷ്ണു സഹസ്രനാമം ഇപ്പോൾ പാരായണം ചെയ്തത് വിഷ്ണു ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പം ഇതുപോലെ നമുക്ക് അധികം സമയം ഇപ്പോൾ എടുക്കില്ല. ഇപ്പം ഞാൻ തന്നെ 15 മിനിറ്റ് എടുത്ത് ഇതിൽ 20 മിനിറ്റ് ആയെങ്കിലും ആദ്യത്തെ 5 മിനിറ്റ് ഞാൻ ഇത് പാരായണത്തിൻ്റെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതാണല്ലോ. അപ്പം ഏകദേശം ഒരു 15 മിനിറ്റിൽ തീർക്കാം. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇതിപ്പോൾ നമ്മളൊരു പുസ്തകമായിട്ട് ഒരുമിച്ച് കാണുമ്പോൾ ഇത് മുഴുവനും വായിക്കാൻ ഒരു അരമണിക്കൂറെങ്കിലും വേണ്ടേ എന്ന് തോന്നും. അവസാനത്തെ ഫലശ്രുതി എന്നും വായിക്കണമെന്നില്ല. എപ്പോഴെങ്കിലും നമുക്ക് താല്പര്യമുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് സമയം ഉണ്ടാകുമ്പോൾ വായിച്ചാൽ മതി ഫലശ്രുതി. അപ്പോൾ ആ ഫലശ്രുതിക്ക് മുമ്പാണ് ഞാനിപ്പോൾ നിർത്തിയത്. അപ്പോൾ അവിടെ വരെ വായിച്ചാൽ നമുക്ക് ആ ഒരു പൂർണ്ണമായി ആ വായനയുടെ ആ ഒരു ഗുണം നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സഹസ്രനാമ പാരായണം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിഘ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം. ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ എന്താ പറയുക കരുതലും ഒക്കെ അനുഗ്രഹവും ഒക്കെ എല്ലാ വീടുകളിലും ഉണ്ടാകട്ടെ. നിങ്ങളതിനു വേണ്ടി ശ്രമിക്കുക. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. ഇനി വായിക്കുന്നവരുണ്ടാവാം, അവർക്കൊക്കെ എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.